ഹലോ എവരി വൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും വിഷുവിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേപോലെ അധികം കനമില്ലാതെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് പച്ചക്കായ, ക്യാരറ്റ്, ചേന, പയർ, പടവലങ്ങ, വെള്ളരിക്ക. ഇത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. നമുക്കിതൊരു കടായിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ മുരിങ്ങക്ക എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഒപ്പം ചേർക്കരുത്. അപ്പോൾ മുരിങ്ങക്ക കൂടുതലായിട്ട് വെന്ത് പോവും. വെജിറ്റബിൾസ് കുറച്ച് വെന്ത് കഴിയുമ്പോൾ വേണം മുരിങ്ങക്ക ചേർക്കാനായിട്ട്. ഞാനിവിടെ ചേർക്കുന്നില്ല. ഈ വെജിറ്റബിൾസിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ കഴുകി സ്ട്രെയിനറിൽ വെച്ച് വെള്ളം എല്ലാം വാർന്നു പോയതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും വെള്ളമൊന്നുമില്ലാതെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. കട്ടിയുള്ള തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള തൈരാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 1 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഒരു 6 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കണം. അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അധികം അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളിലെ തൈര് ഒഴിച്ചു കൊടുത്തതെല്ലാം നന്നായി പച്ചക്കറിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ അവിയൽ കിട്ടും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയും എല്ലാം ഫ്ലേവർ നമ്മുടെ അവിയലിന് കിട്ടാനായിട്ടാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം.
കണ്ടോ, കണ്ടാൽ തന്നെ അറിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്.